Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hi friends, welcome to my channel, Curious Deva. എന്റെ ഫേവറേറ്റ് മന്ത് ഏതറിയോ? ഡിസംബർ. നമ്മുടെ ഫേമസ് സാധ്യം വരുന്നുണ്ട്. നമ്മള് കൊറേ ഡെക്കറേഷൻ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. നമുക്കൊരു അടിപൊളി സാന്റി ആക്കിയാലോ? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സാന്റി പണി തുടങ്ങാം. ക്രിസ്മസിന് കളർ ഏതാ? റെഡ് പിന്നെ വൈറ്റ്. ഡ്രോയിങ് ഷീറ്റ് ആണ് വേണ്ടേ. അപ്പൊ പോയി വേഗം പോയി നിങ്ങളെല്ലാരും പേപ്പർ എടുത്ത് റെഡിയല്ലേ. ഇനി ആ റെഡ് പേപ്പർ എടുത്തിട്ട് സ്ക്വയറിൽ മുറിക്കുക. അളവല്ലേ നിങ്ങൾ ഓർക്കുന്ന? അത് വലിയ സാന്താവണെങ്കിൽ വലിയ സ്ക്വയർ മുറിക്കുക, ചെറിയ സാന്താവണെങ്കിൽ ചെറിയ സ്ക്വയർ മുറിക്കുക. ഞാൻ ഇവിടെ 10 സെന്റിമീറ്റർ സ്ക്വയർ എടുത്തത്. നമുക്ക് കുറച്ച് വലിയ സാന്റ തൊപ്പിയാക്കാം. ഇനി ഈ ടിപ്ലിങ്ങിന് മുറിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ സ്റ്റേപ്പിൾ ചെയ്താൽ മതി. ഞാൻ സ്റ്റേപ്പിളർ കൊണ്ട് വീഡിയോ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പേപ്പറിന് നല്ല കട്ടി നിൽക്കുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അതിനു മുമ്പ് ഈ ലെവലിൽ തന്നെ ഇങ്ങനെ വട്ടത്തിൽ മുറിക്കണം. ഇതാണ് നമ്മളുടെ പ്രഷ്യസ് കോൺ. കാരണം നമ്മൾ എക്സ്ട്രാ ഭാഗം മുറിച്ചിട്ടുണ്ടല്ലോ, വട്ടമായിട്ട് കിട്ടി. നമുക്ക് പശ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഈ പേപ്പറിന് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. എനിക്ക് സാന്റപ്പൂപ്പൻ എന്നാലും ഇഷ്ടം. നല്ല മഞ്ഞു പോലത്തെ താടിയും കൊമ്പൻ മീശയും കൊടവയറും. അപ്പൊ നമുക്ക് നല്ല മീശ വരച്ചാലോ? ആ വൈറ്റ് പേപ്പർ ഇല്ലേ, അതൊന്ന് ഒരു റെക്ടാംഗിൾ ഷേപ്പില് പേപ്പർ മുറിച്ചിട്ട് ഒരു ഇങ്ങനെ മീശ പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്റെ ഇത് ഭാഗത്ത് നിന്നും വരക്കാൻ തുടങ്ങാം കേട്ടാ. ഇങ്ങനെ വേണം വരക്കാൻ. ഇനി നല്ല ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊമ്പൽ നല്ല പിരിക്കിട്ട് എടുക്കണം. ഓക്കെ, നമ്മളെ മീശ മുറിച്ചിട്ടതാ നല്ല സ്റ്റൈലായിട്ടില്ലേ. തുറക്കാൻ പോകുന്നത് നല്ല കൊമ്പൻ മീശയല്ലേ. ഇനി അടുത്തത് എന്തറിയോ? ഒരു കോട്ടൺ എടുത്തിട്ട് ഈ മീശന്റെ ഇതേ അളവില് ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ തന്നെ മുറിക്കണം. ഈ കടലാസ് മീശയില് ഈ കോട്ടൺ മീശ ഇങ്ങനെ വെച്ചിടണം. അതിനു വേണ്ടിട്ട് ഈ ഗമ്മ് ഒട്ടിക്കാം. തൊട്ടാൻ കുറച്ച് സമയം എടുക്കും. അതേപോലെ ഒരു കോട്ടൺ എടുത്തിട്ട് ട്രയാങ്കിളിൽ കുറിച്ച് നല്ല അടിപൊളി തടിയാക്കാം. കണ്ടാ നല്ല ഗുഡിലും തടി കണ്ട. അയ്യോ, നമ്മൾ സാന്റാക്ലോസ് തൊപ്പിയൊക്കെ പറഞ്ഞു. അതിനു വേണ്ടിട്ട് ആ വെള്ള പേപ്പർ ഒന്ന് മൂടി ഒരു റിബൺ പോലെ ഒരു റെക്ടാങ്കിൾ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതേ ഷേപ്പിൽ തന്നെ കോട്ടനെ മുറിച്ചെടുത്തിട്ട് ഈ വശത്ത് പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. നല്ല കണ്ണുമുക്കോടെ സാധനത്തേക്ക് അതിന് വേണ്ടിട്ട് ആ വൈറ്റ് ഷീറ്റിന്ന് ഒന്നുകൂടി ഒരു റെക്ടാങ്കിൾ മുറിച്ചെടുക്കുക. ഒരു 4 സെന്റിമീറ്റർ വീതി ഉണ്ടാവുകയാണ്. പിന്നെ ഏതെങ്കിലും ഒരു വശത്ത് പശ തേച്ചിട്ട് നമ്മൾ നേരത്തെ കോണില്ലേ അതിന് 6 സെന്റിമീറ്റർ ഇങ്ങനെ റാപ്പ് ചെയ്യാം. പിന്നെ പറയില് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരണേ. ഇനി ബ്ലാക്കും
റെഡും മാർക്കർ എടുത്തിട്ട് വാ. സ്കെച്ച് പെൻ ആയാലും മതി. എന്നിട്ട് നമ്മുടെ സാന്റയ്ക്ക് ഒരു അടിപൊളി കണ്ണുമൂക്കും വരക്കാം. അപ്പോ കണ്ണുമൂക്കും വരച്ചു കണ്ട നല്ല ക്യൂട്ട് കണ്ണുമൂക്ക്. പോണില്ലേ അതിന്റെ അടിവേഷത്തിന്റെ അതേ മെഷർമെന്റിൽ ആ വെള്ള പേപ്പറിൽ ഒരു ഇങ്ങനത്തെ റെക്ടാംഗിൾ പിടിക്കാം. ഈ റെക്ടാംഗിൾ എടുത്തിട്ട് ഇങ്ങനെ 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 കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം ഗ്യാപ്പ് ആവണം, പക്ഷെ ഫുള്ള് കട്ട് ചെയ്ത് മുക്കാൽ ഭാഗം മാത്രം കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. ഞാൻ മുറിച്ചിട്ടാണ്ടാ, നിങ്ങളെല്ലാരും ഇങ്ങനെ തന്നെ മുറിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടാ പെൻസിലുകൊണ്ട് ബെൻഡ് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. ഇനി ഈ സാന്റ എടുത്തിട്ട് ഇങ്ങനെ പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ പേപ്പറിൽ ഈ സാന്റയുടെ അടിവശത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ സാന്റ ഉപ്പായിട്ടിട്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് തൊപ്പി വെച്ചാലോ? നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തൊപ്പിന്റെ പറയില് ഞാൻ പശ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാം. ഇനി നമ്മൾ നമ്മളുടെ സാന്റ പൂപ്പന് നല്ല മഞ്ഞ് പോലത്തെ തടി വെക്കാൻ പോകാണ്. അതിന് ഇവിടെ പശ വെച്ചിട്ടുണ്ട് ഒട്ടിക്കാൻ. മീശയുടെ മീശ കിട്ടി. ഇനി ഞാൻ ഈ മീശയുടെ പറകിൽ പശ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ താടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം. കണ്ട നമ്മളുടെ സാന്റ പൂപ്പൻ റെഡി ആയി വരുന്നുണ്ട്. ഇനി ഒരു ചുണ്ട് വേണ്ടിട്ട് ഒരു റെഡ് മാർക്കർ എടുത്തിട്ട് ഒരു ചെറിയ ഡോട്ട് വെച്ചെടുക്കുക. ഈ സാന്റ ക്ലോസിന്റെ ക്യാപ്പിന്റെ മുകളിൽ ഒരു കോട്ടൺ ബോൾ വെക്കണ്ടേ? ഓക്കെ, ഞാൻ വെക്കാൻ പോകണേ. നല്ല ക്യൂട്ട് ഫിഷും നല്ല അടിപൊളിയായിട്ടില്ലേ? ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ഈസി ആയത്. ഇതേപോലത്തെ വലിയ സാന്റ ആക്കിയാല് നമുക്ക് ഡോർ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ സാന്റ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ട്രീ പിന്നെ ഗാർലൻഡ് എല്ലാം ആക്കാൻ പറ്റും. കണ്ടാ എന്റെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രക്കും സാന്റ ആക്കി. ഇനി ഈ വലിയ സാന്റ പൂപ്പനുണ്ട് എന്റെ ഡോർ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ ഈ ചെറിയ സാന്റ പൂപ്പൻ എടുത്തിട്ട് ഞാൻ ഡോറില് ഗാർലൻഡ് പോലെ ഇങ്ങനെ കെട്ടും. പിന്നെ ബാക്കിയുള്ള ചെറിയ സാന്റ പൂപ്പനുണ്ട് ഞാൻ ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യും. ഇതിന്റെ എന്റെ ഐഡിയ. ഗാർലൻഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആട്ടാ. ആദ്യം ഒരു ത്രെഡ് വേണം. ഇത് ഫാൻസി ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. എന്നിട്ട് നമ്മുടെ ഒരു കുട്ടി സാന്റ എടുത്തിട്ട് ഇതിന്റെ പിറകു വശത്ത് പശ ഒട്ടിച്ചിട്ട് ഈ ത്രെഡ് എടുത്തിട്ട് ആ പശന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ കോട്ടണ് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് പിടിക്കുക. ഇത് 1-2 സെക്കൻഡ് ടൈമും ഒട്ടിപ്പിടിക്കുവേ. നിങ്ങൾക്ക് അങ്ങനെ എത്ര സാന്റ വേണമെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഈ സാന്റ പൂവിനെ എടുത്തിട്ട് അതിന്റെ തൊപ്പിയിൽ ഒരു ഒട്ടയാക്കി കൊടുത്തിട്ട് നൂലിൽ വെച്ചിട്ട് കെട്ടിയാല് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്റെ ഡോർ ഡെക്കറേഷൻ. ഇതാണ് എന്റെ ഗാർലൻഡ്. പിന്നെ ബാക്കിയുള്ള സാന്റ പൂപ്പന്മാരെ ഞാൻ ഈ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യും. കണ്ടാ അടിപൊളിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിന്റെയും മെരി ക്രിസ്മസ്. എന്റെ ഈ സ്പെഷ്യൽ ക്രിസ്മസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ.